നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടതുപക്ഷത്തിനുണ്ടായ കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ കടുക്കുകയാണ്. പിണറായി വിജയനെയും എം.വി. ഗോവിന്ദനെയും ഉന്നം വെച്ചാണ് ഇപ്പോൾ പ്രധാന വിമർശനങ്ങൾ നേതാക്കൾ ഉയർത്തുന്നത്. ഇരുവരും രാജിവെക്കണമെന്ന ആവശ്യം പോലും ഉയർന്നു കഴിഞ്ഞു. കൃത്യമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരത്തിന് ജനം തിരിച്ചടി നൽകിയപ്പോൾ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളും ധാർഷ്ട്യവും ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ തിരിച്ചടിയാവുകയാണ് നേതാക്കൾക്ക്. പക്ഷേ പിണറായി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ പിണറായി വിജയന്റെ ഒരു ചിത്രം വൈറലാവുകയാണ്. ഒരു റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റീൽ ബെഞ്ചിൽ പിണറായി വിജയൻ ഇരിക്കുന്നു. അരികെ CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷുമുണ്ട്. കൂടെ വലിയ ബാഗുമായി മറ്റൊരു യുവാവും ഇരിക്കുന്നുണ്ട്. ഏതാനും പോലീസുകാർ അല്പം മാറി നിൽക്കുന്നുണ്ട്. വളരെ തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ തൊട്ടപ്പുറത്തൊന്നും തന്നെ ആരുമില്ല. അതായത് വലിയ ഒരു പോലീസ് അകമ്പടിയോ അദ്ദേഹം വരുമ്പോൾ ഉള്ള ഒരു ക്രൗഡ് പുള്ളിങ്ങോ ഒന്നും തന്നെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ഇത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു മാറ്റമാണ്. ഇത് മറ്റെവിടെയുമല്ല, സത്യപ്രതിജ്ഞയ്ക്ക് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രമാണിത്. ഇന്നായിരുന്നു സത്യപ്രതിജ്ഞ. ഇന്ന് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുന്ന ചിത്രങ്ങളാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ അതിശക്തമായ സുരക്ഷാ വലയങ്ങളിൽ കഴിഞ്ഞ പിണറായി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തിരിക്കുന്ന ചിത്രമാണ് വൈറലായിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ചിത്രമാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. കാരണം അദ്ദേഹം എപ്പോഴും വളരെ ലാളിത്യത്തോടു കൂടി തന്നെ ജനങ്ങളോട് എപ്പോഴും ഇടപഴകി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കുകയും അവരോടൊപ്പം നടക്കുകയും ചെയ്യുന്ന ഒരു ജനപ്രിയനായിട്ടുള്ള നേതാവാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു റെയിൽവേ സ്റ്റേഷനിൽ സാധാരണക്കാർക്കൊപ്പം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അത്ര അത്ഭുതം തോന്നില്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ രീതികൾ അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വന്നത് മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയല്ല. അദ്ദേഹം ജനങ്ങളോട് അടുക്കാൻ അദ്ദേഹത്തിന് വളരെ ഭയമാണ്. പലപ്പോഴും അദ്ദേഹം പോകുന്ന വഴികളൊക്കെ തന്നെ നമുക്കറിയാം. അദ്ദേഹം എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ കൃത്യമായിട്ട് ജനങ്ങളുടെ ഗതാഗതമൊക്കെ തന്നെ തടസ്സപ്പെടുത്തി ബാരിക്കേഡ് വെച്ച് മറച്ച് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം എപ്പോഴും എവിടെയും പോകാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് പ്രത്യേകതയേറുന്നത്, അല്ല ഈ ചിത്രം വൈറലാകുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ CPM നേതാവ് കെ രാഗേഷിനൊപ്പം വിരലിൽ എണ്ണാവുന്ന കുറച്ച് സുരക്ഷാ ജീവനക്കാർ മാത്രം ചുറ്റുമുള്ളപ്പോൾ ഒരു സാധാരണക്കാരനെ പോലെ ട്രെയിൻ കാത്തിരിക്കുന്ന പിണറായി വിജയന്റെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ചിത്രം ചൂണ്ടിക്കാട്ടി അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ നിന്ന് ജനാധിപത്യത്തിന്റെ സാധാരണത്വത്തിലേക്ക് ഒരു മനുഷ്യൻ തിരികെ നടക്കുന്ന കാഴ്ചയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആളുകളുടെ കമന്റുകൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു കമന്റ് മാത്രമല്ല, പലതരത്തിലും കമന്റുകൾ ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ ഇതല്ലായിരുന്നു സ്ഥിതി. മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പിണറായി വിജയന് വേണ്ടി പ്രത്യേകം കസേര ഇട്ട് നൽകിയിരുന്നു. പോലീസ് ഉൾപ്പെടെ വലിയ സംഘം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നുമില്ലാതെയാണ് റെയിൽവേ സ്റ്റേഷനിലെ സാധാരണ ബെഞ്ചിൽ പിണറായി വിജയൻ ട്രെയിൻ കാത്തിരിക്കുന്നതെന്നാണ് സമൂഹ മാധ്യമത്തിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ചിത്രത്തിൽ പുറകിൽ നിന്ന് ഒരാൾ ചിരിക്കുന്നതും കാണാം. അപ്പോൾ താഴെ ഒരാൾ പറയുന്നുണ്ട്, മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ചിരിക്കാൻ പോലും ഭയക്കണമായിരുന്നു എന്ന് അഭിപ്രായമുണ്ട്. കാരണം നമുക്കറിയാം, ഒരു മൈക്ക് കംപ്ലൈന്റ് ആയതിന് മൈക്കിനെ അടക്കം എടുത്തുകൊണ്ട് പോയ ആളുകളാണ്. കറുത്ത മാസ്കുകൾക്കും കറുത്ത തുണികൾക്ക് പോലും വിലക്കേർപ്പെടുത്തിയ കാലങ്ങൾ മലയാളികൾ മറന്നിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചാണ് പലരും കമന്റ് ചെയ്ത് രംഗത്ത് വന്നിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തെരഞ്ഞെടുപ്പ് വിധിയാണ് തൊട്ടു പിന്നാലെ ഇടതുമുന്നണിക്ക് നേരിടേണ്ടി വന്നത്. മാളിക മുകളിലേറിയ മന്നന്റെ അവസ്ഥ എന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഈ ചിത്രത്തെ പരിഹസിക്കുന്നത്. മുമ്പ് വളരെയധികം കാറുകളുടെ അകമ്പടിയെയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള സുരക്ഷയെയും ന്യായീകരിച്ച ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ എവിടെ പോയി എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. കാലത്തിന്റെ കാവ്യനീതിയും ജനാധിപത്യത്തിന്റെ കരുത്തുമാണ് ചിത്രത്തിൽ കാണുന്നതെന്നാണ് BJP വക്താവ് റെജി ലൂക്കോസ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു മാറ്റമാണെന്ന കുറിപ്പുമായാണ് ചിലർ ചിത്രം പങ്കുവച്ചത്. മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടി, രാജാവിൽ നിന്ന് സഖാവിലേക്ക് തുടങ്ങിയ കമന്റുകളാണ് നിറയുന്നത്. ന്യൂയോർക്കിൽ തകരക്കസേരയിലിരിക്കുന്ന കാരണഭൂതന്റെ ചിത്രം ഓർമ്മിപ്പിക്കുന്നുവെന്നും ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുള്ള പഴയ ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ട്രോളും വ്യാപകമാണ്.
മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്ത് നിന്ന് വിമാനത്തിൽ കണ്ണൂരിൽ തിരിച്ചെത്തിയപ്പോൾ പിണറായി വിജയന് സ്വീകരണം നൽകിയിരുന്നു. എന്നാൽ പി ജയരാജൻ, കെ ശൈലജ തുടങ്ങിയ മുതിർന്ന നേതാക്കളൊന്നും സ്വീകരിക്കാൻ എത്തിയില്ല. കെ രാഗേഷ്, പി ശശി തുടങ്ങിയവരാണ് സ്വീകരിക്കാനുണ്ടായിരുന്നത്. ഇന്നലെ പി ജയരാജന്റെ പുസ്തക പ്രകാശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷമാണ് പിണറായി വിജയൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. യാത്രയാക്കാനും കെ രാഗേഷാണ് ഉണ്ടായത്. ഈ ചിത്രത്തെ കേവലം രാഷ്ട്രീയ വൈരത്തോടെയോ പരിഹാസത്തോടെയോ മാത്രം കാണാൻ കഴിയില്ല. അതിനപ്പുറം മനുഷ്യജീവിതത്തിന്റെ പ്രകൃതി നിയമവും ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും ഇതിലുണ്ട്. ഒരു കാലത്ത് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയെ മൊത്തമായി നിയന്ത്രിച്ചിരുന്ന ഒരു വാക്കുകൊണ്ട് അണികളെ നിശബ്ദരാക്കാനും ആവേശം കൊള്ളിക്കാനും കഴിഞ്ഞിരുന്ന ഒരു നേതാവ് ഇന്ന് മറ്റേതൊരു സാധാരണ മലയാളിയെയും പോലെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു. ഇതിൽ തോൽവിയോ അപമാനമോ ഇല്ല, മറിച്ച് ജനാധിപത്യം അതിന്റെ ജനവിധിയിലൂടെ എത്ര വലിയ ശക്തിയെയും എങ്ങനെ സാധാരണക്കാരിലേക്ക് തിരികെ എത്തിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പിണറായി വിജയൻ എന്ന ഭരണാധികാരിയോടും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലിയോടുമുള്ള വിമർശനങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. പരിസ്ഥിതി വിരുദ്ധ നയങ്ങൾ, വിയോജിപ്പുകളോടുള്ള അസഹിഷ്ണുത, സ്വച്ഛാധിപത്യപരമായ പാർട്ടി ശൈലി എന്നിവയോടുള്ള വിയോജിപ്പ് മലയാളികൾക്ക് എളുപ്പം മറക്കാനാകില്ലെന്നും പലരും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ ചിത്രം പഴയ പല കാലത്തെയും ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ ഉമ്മൻചാണ്ടിയെ പോലുള്ള ഒരു മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലുള്ള ഒരു നേതാവാണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നതെങ്കിൽ ഒരിക്കലും ജനങ്ങൾക്ക് ഒന്നും തന്നെ തോന്നില്ല, അല്ലെങ്കിൽ അത് അത്ഭുതമോ അതൊരു വൈറലാകാനുള്ളതോ ഒന്നുമില്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ് എന്നുള്ളത് അറിയാം. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ജനങ്ങൾക്ക് ഓടിയെത്താൻ യാതൊരു മടിയുമില്ല, ഭയവുമില്ല. അദ്ദേഹത്തിനും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും യാതൊരു മടിയുമില്ല, ഭയവുമില്ല. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെയൊരു നേതാവായിരുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ ഭരണകാലയളവിലൊന്നും തന്നെ അദ്ദേഹം അത്തരത്തിലായിരുന്നില്ല. പല ഉദാഹരണങ്ങൾ, ഒന്നല്ല രണ്ടല്ല, ഒരു 100-ലധികം ഉദാഹരണങ്ങൾ നമുക്ക് മുൻപിൽ പറയാനുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്തതും ഇത്തരത്തിലുള്ള പല കമന്റുകളും ആളുകൾ അതിന് താഴെ പങ്കുവെക്കുന്നതും. ഏതായാലും ജനാധിപത്യത്തിലുപരി മറ്റൊന്നുമില്ല എന്നുള്ളത് കൂടി തെളിയിക്കുന്നതാണ് ഈ ഒരു ചിത്രം.